പറയാം, ഇപ്പോൾ സമാധിയുടെ കാലമാണല്ലോ, അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സമാധി, മനസ്സിലായില്ലേ? ശരിയായ സമാധി അതാണ്, ശരിയായ പ്രശാന്തി അതാണ്, ശരിയായ ഇത്മിനാൻ അതാണ്. നന്മകൾ ചെയ്ത് ആനന്ദിച്ച് 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 അവൻ നന്മകളില്ലാതെ അവൻ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിൽ നന്മകൾ അവൻ്റെ മനസ്സിനെ ശാന്തതയിലേക്ക് പ്രശാന്തിയിലേക്ക് കൈപിടിച്ച് ആനയിക്കുമ്പോൾ നഫ്സുൽ മുത്മഇന്ന, നന്മകളിൽ ആനന്ദം അനുഭവിക്കുന്ന ആത്മാവ്, അതിനാണ് പ്രശാന്തി, സമാധി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഏത് മനസാക്ഷിയും തെറ്റിനെ തെറ്റാന്ന് പറയും, മദ്യപാനം തെറ്റാന്ന് പറയും, പലിശ തെറ്റാന്ന് പറയും, ഒരുമാതിരി മനുഷ്യനാണെങ്കിൽ. കൊലപാതകം തെറ്റാന്ന് പറയും, മനുഷ്യനെ ചുടുന്നത് തെറ്റാന്ന് പറയും, സ്വവർഗരതി തെറ്റാന്ന് പറയും. മനുഷ്യത്വം മരവിച്ചില്ലെങ്കിൽ, അഥവാ അവൻ അവൻ്റെ മനസാക്ഷിയെ, ഈഗോയെ ചവിട്ടി താഴ്ത്തിയിട്ടില്ലെങ്കിൽ അത് പറഞ്ഞിരിക്കും. നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്റുമായി ബന്ധപ്പെട്ട് നാം സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ സൂറത്തുൽ ഫജ്ർ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, അതിനു മുമ്പ് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാട്ടിയ എല്ലാ പ്രമേയങ്ങളെയും പ്രതീകങ്ങളെയും മുമ്പിൽ വെച്ച് നമ്മെ ആലോചിപ്പിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ, വൈയക്തികാനുഭവങ്ങളെ, പ്രകൃതിയിലെ വൈരുദ്ധ്യാത്മക പ്രതിഭാസങ്ങളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അവസാനമായി പറഞ്ഞു വെച്ചത്, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി രൂപാന്തരപ്പെടേണ്ടത് അല്ലെങ്കിൽ പരിവർത്തനം ആർജിക്കേണ്ടത് നിങ്ങളുടെ മനസ്സുകളിലാണ് എന്നാണ്. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ മനസ്സ്, ആ മനസ്സുകളെ നിങ്ങൾ സംസ്കരിക്കുക. എന്നിട്ട് സംസ്കരണം നേടിയ നല്ലവരായ ആളുകളോടൊപ്പം നിങ്ങൾ എന്നിലേക്ക് സന്തോഷപൂർവ്വം സമാധാനത്തോടെ കടന്നു വരിക. ഈ ലോകത്ത് നമ്മെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഭാരിച്ച ഒരു ഉത്തരവാദിത്വം എന്നത്, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വം എന്നത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുക എന്നതാണ്. ശരീരത്തെ സംസ്കരിക്കുക, ശരീരത്തെ ആരോഗ്യവത്താക്കുക, നന്നാക്കുക എന്നതെല്ലാം വളരെ പ്രധാനമാണ് എന്ന് നാം പറയുമ്പോഴും, ശരീരത്തെ സംസ്കരിക്കുക എന്നത്, ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുക എന്നത്, ശരീരത്തെ സുന്ദരമാക്കുക എന്നത്, അത് മനുഷ്യന് അയത്ന ലളിതമായ, ഏറെ പ്രയാസകരമല്ലാത്ത ഒരു പണി, ആർക്കും സാധിക്കുന്ന സംഗതിയാണ്. ടിപ്പനായി നടക്കാൻ എല്ലാവർക്കും പറ്റും. എല്ലാവരും സുന്ദരന്മാരാകാൻ ശ്രമിക്കുന്നവരാണ്, അതിൽ വിജയിക്കുന്നവരുമാണ്. ബാഹ്യ സൗന്ദര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ വേഗം വിജയം വരിക്കാനാവും. പക്ഷേ അതുകൊണ്ടൊന്നും നാം യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടിയവരാകുന്നില്ല. ലക്ഷ്യമെന്നത് വലിയ ഭാരിച്ച ഒരു ദൗത്യമാണ്. അള്ളാഹു അവസാനം പറഞ്ഞതാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനം പൂണ്ട ആത്മാവേ, സമാധാനം ആർജിച്ച, പ്രശാന്തി കണ്ടെത്തിയ മനുഷ്യ മനസ്സേ, എല്ലാത്തിനും ഒടുവിൽ അള്ളാഹു അഡ്രസ്സ് ചെയ്തത്, അഭിസംബോധന ചെയ്തത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഈ നിധിയെയാണ്. ഏറ്റവും വലിയ ഈ കേന്ദ്രത്തെയാണ് അള്ളാഹു സംബോധന ചെയ്തത്. എല്ലാ പ്രകൃതി സത്യങ്ങളെയും അള്ളാഹു പിടിച്ച് സത്യം ചെയ്ത് അതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങളെല്ലാം വിശകലനം ചെയ്തിട്ട് റബ്ബ് നമ്മോട് പറഞ്ഞത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, പ്രശാന്തി ആർജിച്ച, സമാധാനമടഞ്ഞ ആത്മാക്കളെ വരൂ, നിങ്ങളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിങ്ങൾക്ക് സ്വാഗതം. ഇർജിഇ ഇലാ റബ്ബിക്ക്, നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ.
അവനിൽ നിന്ന് പോയതാണ്, കിട്ടിയതാണ്, നിങ്ങളിലേക്ക് വന്നതാണത്. നിങ്ങൾക്ക് മടങ്ങാൻ നേരമായി. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറയുകയുണ്ടായി, ഇത് ഒരു വലിയ സത്യമാണ് എന്ന്. അള്ളാഹു നമ്മോട് പറഞ്ഞു, മനുഷ്യ മനസ്സിൻ്റെ വിവിധങ്ങളായ തലങ്ങളെ അതിനെ ശരിപ്പെടുത്തുക എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക ദൗത്യം, ടാസ്ക്കാണത്. അതിലാണ് നാം ശ്രദ്ധയൂന്നേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞാൻ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അമ്മാറത്തിൻ്റെ തലം, നന്നാവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ നന്നാകാൻ അനുവദിക്കാതെ അവനെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മവാസനകളുടെ, മൃഗവാസനകളുടെ തടവറയിൽ തളച്ചിടാനും അങ്ങനെ ആത്മമോക്ഷത്തിൻ്റെ, ആത്മപുരോഗതിയുടെ വഴികളിലേക്ക് അവനെ ഒരു വിധത്തിലും ഉയരാൻ അനുവദിക്കാതെ അവനെ പിടിച്ചു വലിക്കുന്ന അവൻ്റെ ശാരീരികമായ അടിമത്വത്തിൻ്റെ ഒരു പ്രതലമുണ്ട്. അത് മനസ്സിൻ്റെ ആദ്യ പ്രതലമാണ്. നഫ്സുൽ അമ്മാറ, തെറ്റിന് നിരന്തരം പ്രേരിപ്പിക്കുന്ന, തെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. അതാണ് നമുക്ക് കാണാമെന്ന് നമ്മുടെ ടീനേജ് മക്കൾ, അവർ ഒരു നിശ്ചിത പ്രായം കടന്നാൽ, ഒരു 13 to 19 എന്ന് നമ്മൾ പറയുന്ന ഈ ടീൻ ഏജ്, ആ ടീൻ ഏജിലങ്ങ് എത്തിയാൽ അവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവരുടെ വാസനകൾ, അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് പിടിച്ചു വലിക്കുകയാണ്. നഫ്സുൽ അമ്മാറയുടെ ശക്തമായ സ്വാധീനം അവൻ നന്മയിലേക്ക് പുരോഗമിക്കാൻ, ചുവട് വയ്ക്കാൻ വേണ്ടി അവൻ ആരംഭം കുറിക്കുന്ന ആ പ്രത്യേക ഘട്ടത്തിൽ അവനെ ആ മൃഗവാസനകളിൽ തളച്ചിടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോളേജ് കൗമാരങ്ങൾ, യുവാക്കൾ അവരോട് ആത്മബോധനത്തിൻ്റെ ഒരു സന്ദേശവും അവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താത്തത്. അവരെ പെട്ടെന്ന് സ്വാധീനിക്കുന്നത് മൃഗവാദ ശക്തികൾ അവർക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളൊന്നും നിയന്ത്രിക്കേണ്ടവരല്ല, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. യുവർ ബോഡി യുവർ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം. ഇതാണ് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. നഫ്സുൽ അമ്മാറ അവനെ പിടിച്ച് കെട്ടുകയാണ്. എത്ര നമ്മൾ ശ്രമിച്ചാലും ആ മക്കളെ ഒരു ട്രാക്കിലെത്തിക്കുക വളരെ ശ്രമകരവും അതിൽ വിജയിക്കുന്നവരുടെ എണ്ണം വളരെ ദുർലഭവുമാണ്. അതിന് കാരണം ഇതാ, ഈ മാനസിക തലത്തിലൂടെ നാം കടന്നു പോകുന്നത് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ രണ്ടാമത്തേതിൽ, അതിനെയാണ് ഞാൻ പറഞ്ഞത്, മനഃശാസ്ത്രജ്ഞന്മാരുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് അതാണ് ഇഡ് ഓർ ലിബിഡോ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച മാനസിക തലം. സഹോദരങ്ങളെ, ഈ മനസ്സിനെ പിടിച്ചു കെട്ടുന്നതിൽ വിജയിക്കണം. അതിലൊരളവ് വരെ വിജയിക്കാതെ പോയാൽ പിന്നെ അവൻ മഹാദുരന്തത്തിലേക്കാണ് പോവുക. കുറച്ചെങ്കിലും അതിനെ പിടിച്ചു കെട്ടുന്നതിൽ വിജയിച്ചാൽ അവൻ്റെ മനസാക്ഷിയിൽ രണ്ടാമത്തെ തലം അല്പസ്വല്പം പ്രവർത്തന നിരതമാകും. ഇവിടെ ഇട് അല്ലെങ്കിൽ അമ്മാറത്തിൻ്റെ നഫ്സവനെ പിടിച്ചു വലിക്കുമ്പോൾ അല്ലാഹു തആല അപ്പുറത്ത് അവന് ഒരു സൂപ്പർ ഈഗോ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഈഗോ, ആത്മാവ്. അതാണ് ധാർമ്മികതയെ നിയന്ത്രിക്കുന്നത്. അരുത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പർ ഈഗോ പിടിച്ചു വലിക്കും. അത് കൽബ്, ഇത് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഈഗോ അഥവാ കൽബ്, നഫ്സുൽ ലവ്വാമ, തെറ്റ് ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി എന്ന് നമ്മൾ പറയുന്ന ഈ കൽബിലാണ് ഇത് സ്വാധീനിക്കുന്നത്. മുകളിൽ നിന്നുള്ള ധാർമ്മികതയുടെ സ്വാധീനം, താഴെ നിന്നുള്ള മൃഗീയതയുടെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ സ്വാധീനം, ഈ രണ്ട് സ്വാധീനങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്ന മനസ്സിനെ ശരിയുടെ ദിശയിൽ ഉറപ്പിച്ചു നിർത്തുക, സൂപ്പർ ഈഗോയുടെ ചൊല്ലിന് വിധേയമാക്കുക, ഇഡ് അല്ലെങ്കിൽ ലിബിഡോ അല്ലെങ്കിൽ നഫ്സുൽ അമ്മാറ പറയുന്നത് കേൾക്കാതെ നഫ്സുൽ മുത്മഇന്നയിലേക്ക് അതിനെ എത്തിക്കുക എന്ന ഒരു വലിയ ജോലി. വളരെ ഭംഗിയായി അല്ലാഹു തആല നമ്മളോട് ആ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുവന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ട് ഒരുപാട് ആമുഖങ്ങളുടെ പിറകെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അവലംബമാക്കി, പ്രകൃതി പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാട്ടി,
മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ, വൈരുദ്ധ്യാത്മകമായ അനുഭവങ്ങളെ, സമ്പന്ന ദാരിദ്ര്യ സുഖദുഃഖാവസ്ഥകളെ ഒക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മനുഷ്യരെ മനസ്സിനെ നന്നാക്കുക ഒരു വലിയ പണിയാണ്, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാ. ഇതാണ് ജോലി, ഭൂമിയിലെ ജോലി അതാണ്. സൂപ്പർ ഈഗോയുടെ സ്വാധീനത്തിന് കൽബിനെ വിധേയമാക്കുക. ഇഡ് ഓർ ലിബിഡോ, അതിൻ്റെ സ്വാധീനത്തിൻ്റെ മൃഗവാസനയ്ക്ക് കൽബിനെ അടിപ്പെടുത്താതിരിക്കുക. മനസ്സിനെ നന്നാക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാ. മനുഷ്യ മനസ്സിനെ നന്നാക്കുക എന്ന് നമ്മൾ ധാരാളം പറയുന്ന ഭാഷയാണ്. എന്താണ് ഈ മനുഷ്യ മനസ്സിനെ നന്നാക്കുക? ഇതാണ് നഫ്സുൽ മുത്മഇന്നയുടെ സ്വാധീനത്തിന് വശംവദമാക്കുക മനസ്സിനെ. നഫ്സുൽ അമ്മാറയ്ക്ക് വശംവദമാക്കാതിരിക്കുക. നഫ്സുൽ ലവ്വാമയാക്കി തെറ്റ് ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി നമ്മളിൽ നിലനിർത്തുക. തെറ്റാണെന്ന് തിരിച്ചറിയുന്ന മനസാക്ഷി. അതിനാണ് ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകൾ അധികം ചെയ്യുക. തെറ്റ് ചെയ്തു പോയാൽ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുക എങ്കിലും ചെയ്യുക. അതാ നഷ്ടപ്പെടുന്നതോടുകൂടിയാണ് മനുഷ്യൻ പിന്നെ മൃഗമാകുന്നത്. തെറ്റ് ചെയ്യാൻ സ്വാഭാവികമാണ്, അവൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതങ്ങളുടെ ഒരു പ്രചോദനമാണ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് സമ്മതിക്കാൻ പോലും മനസ്സില്ലാത്ത ആ മാനസികാവസ്ഥയിലേക്ക് എത്തിയ ഒരാൾക്ക് വിജയത്തിൻ്റെ എല്ലാ വഴികളും അടയുകയാണ്. അങ്ങനെയാണ് ഈ ലോകത്ത് വമ്പൻ പരാജയത്തെ അഭിമുഖീകരിക്കുന്നത്. മൃഗീയ വാസനകളുടെ തടവറയിലകപ്പെട്ട്, ഇച്ഛകളുടെ തടവറയിലകപ്പെട്ട്, കള്ളിന്, പെണ്ണിന്, ലഹരിക്ക് അവനതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിൽ അവൻ്റെ സൂപ്പർ ഈഗോയുടെ അഥവാ മുത്മഇന്നായ മനസ്സിൻ്റെ, കൽബിൻ്റെ, മുത്മഇന്നായ റൂഹിൻ്റെ പ്രേരണകളെ അവൻ അവഗണിച്ചപ്പോൾ അവൻ്റെ കൽബിൻ്റെ ലവ്വാമത്തെന്ന ഗുണം നഷ്ടപ്പെട്ടു. അഥവാ ഈഗോ എന്ന് പറയുന്ന തെറ്റിനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം പോയി. ഇപ്പോൾ അവൻ വ്യഭിചരിച്ചാലും അവനോട് അവൻ്റെ മനസ്സ് പറയില്ല നീ ചെയ്ത് തെറ്റാണ്. വ്യഭിചരിക്കുന്ന ആളുകൾ എന്താ പറയണേ? ഞാൻ വ്യഭിചരിക്കുന്നുണ്ടാകാം, എന്നാലും വലിയ നിസ്കാരക്കാരെക്കാളും ഞാൻ കേമമാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? കള്ളു കുടിക്കുന്നവനോട് എടാ ഞാൻ വല്ലപ്പോഴൊക്കെ കള്ളു കുടിക്കുന്നുണ്ടെങ്കിലും വലിയ നിസ്കാരക്കാരെക്കാളും ഞാൻ കേമമാണ്. അവൻ്റെ മനസാക്ഷി, കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി ചത്തുപോയി. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വനഫ്സിൻ വമാ സവ്വാഹാ. ഈ മനസ്സിനെ ബാലൻസ് ചെയ്ത അല്ലാഹുവാണ് സത്യം. പറയുള്ള സൂറത്തിൽ അത് വിശദമായി വളരെ മനോഹരമായ ഒരു വിശദീകരണം പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട്, വശംസി വദുഹാഹാ വനഫ്സിൻ വമാ വൽഖമരി ഇദാ തലാഹാ. സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകല്, ഇങ്ങനെ അള്ളാഹു 5-6 ലോക പ്രതിഭാസങ്ങളെ പിടിച്ചിട്ട് ആണയിട്ടിട്ട് നഫ്സ് അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരുന്ന സാധനമാണ് നഫ്സ്. ഈ മഹാപ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട 7ാമത്തെ സാധനമാണ് നഫ്സ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് നഫ്സും വമാ സവ്വാഹാ. ഈ മനസ്സിനെ ബാലൻസ് ചെയ്തവനാണ് സത്യം. ബാലൻസ് എവിടെയാ? സൂപ്പർ ഈഗോയുടെയും ഇഡ്ലിബിഡോയുടെയും ഇടയിൽ ഈഗോയെ ബാലൻസ് ചെയ്തവൻ. ബാലൻസ് ചെയ്തു അല്ലാഹു പറയാൻ, സന്തുലിതമാക്കി തന്നവൻ. ലവ്വാമത്തിൻ്റെയും അമ്മാറത്തിൻ്റെയും മുത്മഇന്നത്തിൻ്റെയും ഇടയിൽ ലവ്വാമയാക്കി മനസാക്ഷിയിൽ തെറ്റിനെ തെറ്റാണെന്ന് വിളിച്ചോതിക്കൊണ്ട് അതിനെ ബാലൻസ് ചെയ്തു തന്ന റബ്ബ്. അത് പോയാൽ പോയി. ലോകത്തുള്ള മുഴുവൻ അക്രമകാരികളും ഈ ലോകത്ത് അക്രമികളായി തുടരുന്നതിന് കാരണം അവരുടെ ലവ്വാമത്തിൻ്റെ മനസാക്ഷി നഷ്ടപ്പെട്ടതാ. 10,000 കൊന്നാലും കൊന്നത് തെറ്റാണെന്ന് അവരുടെ മനസാക്ഷി അവരോട് പറയില്ല. മനസാക്ഷിയെ അവർ ചവിട്ടിത്താഴ്ത്തി. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആ മനസാക്ഷിയെ സംസ്കരിച്ചുണർത്തിയവൻ അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹാ. മനസാക്ഷിയിൽ നന്മയുടെ പ്രേരണകൾ ഉണരുമ്പോൾ അതിൻ്റെ ചൊല്ല് കേൾക്കാതെ, വിളി കേൾക്കാതെ അതിനെ ചവിട്ടിത്താഴ്ത്തിയവൻ തകർന്നു, നശിച്ചു. ചവിട്ടിത്താഴ്ത്തുക. ഏത് മനസാക്ഷിയും തെറ്റിനെ തെറ്റാന്ന് പറയും. മദ്യപാനം തെറ്റാന്ന് പറയും, പലിശ തെറ്റാന്ന് പറയും. ഒരുമാതിരി മനുഷ്യനാണെങ്കിൽ കൊലപാതകം തെറ്റാന്ന് പറയും, മനുഷ്യനെ ചുടുന്നത് തെറ്റാന്ന് പറയും, സ്വവർഗരതി തെറ്റാന്ന് പറയും. മനുഷ്യത്വം മരവിച്ചില്ലെങ്കിൽ, അഥവാ അവൻ്റെ മനസാക്ഷിയെ, ഈഗോയെ ചവിട്ടി താഴ്ത്തിയിട്ടില്ലെങ്കിൽ അത് പറഞ്ഞിരിക്കും. ഈഗോ, നഫ്സുൽ ലവ്വാമ, അതിനെ നിലനിർത്തുക. ചില ആളുകൾ പറയും എനിക്ക് ഈഗോയാണെന്ന് പറയാറില്ലേ? അതാണ് ഈ ഈഗോയാ. ഈഗോ എന്താ? അവൻ്റെ
അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈഗോ കൊണ്ടാണ്. അഭിമാന ബോധമാണ് തെറ്റിൽ നിന്ന് മനുഷ്യന് പിടിച്ചു നിർത്തുന്നത്. അഭിമാനം പോയാൽ ഇദാ ഫാതകൽ ഹയാഉ ഫഫൽ മാ ശിഅത. മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, നാണത്തിൽ നിന്നാണ് അഭിമാന ബോധം ഉണ്ടാകുന്നത്. ലജ്ജ ഏറ്റവും ഉദാത്തമായ ഒരു വികാരം അല്ലാഹ് തന്നതാ. ഇതൊന്നും ഫിസിക്കലല്ല, ഇത് അത്ഭുതകരമാണ്, ഇത് അഭൗമമാണ്, സെലഷ്യലാണ്. ലജ്ജ അല്ലാഹ് തന്നതാ. ആ ലജ്ജയിൽ നിന്നാണ് അഭിമാനബോധം. ഇതൊന്നും ചെയ്യരുത്. അഭിമാനം പോയാൽ എന്താ കുഴപ്പം? ദാ പള്ളിയുടെ മുമ്പിൽ 9 മണി കഴിഞ്ഞാൽ കാമാത്തിപുരയായി മാറുകയാണ്. ഒരു നാടിൻ്റെ അഭിമാനം പോകുമ്പോൾ, ഇവിടെ വന്ന് കൂടുന്ന ആളുകളുടെ അഭിമാനം പോകുമ്പോൾ, ദാ ഈ പള്ളിയുടെ മുറ്റം കാമാത്തിപുരയാണ്. അഭിമാനം നാണം പോയാൽ പിന്നെ എന്തുമാകാം. ഈ അഭിമാനത്തെയാണ് ഈഗോ, തെറ്റിനെ തെറ്റാണെന്ന് കുറ്റപ്പെടുത്തുന്ന ആ ലൗവാമത്തിൻ്റെ മനസാക്ഷി, മനസ്സിൻ്റെ മധ്യതലം, മനസ്സിൻ്റെ മധ്യമതലം, അത് കളങ്കപ്പെടാതെ നോക്കലാണ് ഈ ലോകത്തെ ഏറ്റവും ഭാരിച്ച ബാധ്യത. ആ മനസ്സുമായി റബ്ബിലേക്ക് വരണം. അങ്ങനെ ബാലൻസ് ചെയ്യുന്ന ആൾ പിന്നെ അവൻ വളരുന്നത് നന്മയെ പ്രണയിക്കുന്ന പ്രവണതയിലേക്ക് അവൻ വരുമ്പോൾ അവൻ്റെ ഇടിനെ, അവൻ്റെ തെറ്റിന് പ്രേരിപ്പിക്കുന്ന മനസ്സിനെ തോൽപ്പിച്ച് മനസാക്ഷിക്കൊത്ത് പ്രവർത്തിച്ച് നന്മകൾ ചെയ്ത് ആനന്ദിച്ച് അവൻ നന്മകളില്ലാതെ അവൻ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിൽ നന്മകൾ അവൻ്റെ മനസ്സിനെ ശാന്തതയിലേക്ക്, പ്രശാന്തിയിലേക്ക് കൈപിടിച്ച് ആനയിക്കുമ്പോൾ നഫ്സുൽ മുത്മഇന്ന, നന്മകളിൽ ആനന്ദം അനുഭവിക്കുന്ന ആത്മാവ്. അതിനാണ് പ്രശാന്തി, സമാധി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് പലരും പറയാം, ഇപ്പോൾ സമാധിയുടെ കാലമാണല്ലോ, അടുത്ത കാലത്തും ചർച്ച ചെയ്യപ്പെട്ട ഒരു സമാധി. മനസ്സിലായില്ലേ? ശരിയായ സമാധി അതാണ്, ശരിയായ പ്രശാന്തി അതാണ്, ശരിയായ ഇത്മിഇനാൻ അതാണ്. സഹോദരങ്ങളെ, ഈ മനസ്സും ഈ മനസ്സിൻ്റെ അത്ഭുതങ്ങളും ഈ മനസ്സിൽ അള്ളാഹു ഒതുക്കി വെച്ചിരിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളും തിരിച്ചറിയാതെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ മൃഗീയമായ ഇച്ഛകളുടെ തടവറയിൽ ഹോമിച്ചാൽ അവൻ്റെ ജീവിതം മൃഗങ്ങളെക്കാൾ കടുത്തതാണ്. അതുകൊണ്ട് മനസ്സിനെ നന്നാക്കുക അതൊരാഘോഷപരമായ പദ്ധതിയാണ്, ആനന്ദകരമായ പ്രൊജക്റ്റാണ്. അതിൽ ഏർപ്പെട്ട മനുഷ്യാത്മാക്കൾ ആനന്ദിച്ചിട്ടേ ഉള്ളൂ, ആസ്വദിച്ചിട്ടേ ഉള്ളൂ. ആത്മസംസ്കരണത്തിൻ്റെ പാതകളിൽ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവർ ആസ്വദിച്ചിട്ടേ ഉള്ളൂ, അനുഭവിച്ചിട്ടേ ഉള്ളൂ. അതാണ് മഹാനായ സുഫിയാനു സൗരി റഹിമഹുള്ള പറഞ്ഞത്, ഞങ്ങളെങ്ങാനും നന്മകൾ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന സുഖവും ആനന്ദവും ഭരണകർത്താക്കളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അത് ഞങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ അവരുടെ സൈന്യവും ആയുധവും ഏന്തി ഞങ്ങളെ തേടി വന്നേനെ. ആത്മസുഖം, ആത്മാനന്ദം, ആത്മാവിൽ നന്മകൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യ മനസ്സിൻ്റെ പ്രശാന്താവസ്ഥ, സംതൃപ്താവസ്ഥയുടെ ആനന്ദം എന്തെന്ന് ഭരണകർത്താക്കൾക്കെങ്ങാനും മനസ്സിലായിരുന്നെങ്കിൽ അവരതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അത് ഞങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കാനാകുമെങ്കിൽ അത് പിടിച്ചെടുക്കാൻ അവർ അവരുടെ സൈന്യവുമായി വന്നേനെ എന്ന് മഹാനായ സുഫിയാനു സൗരി റഹിമഹുള്ള പറഞ്ഞത്. എല്ലാ മഹാത്മാക്കളും ഇങ്ങനെ പറയുന്നവരാ. അതുകൊണ്ടാണ് അവർ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ, അധികാരം അവരെ മോഹിപ്പിക്കാത്തത്. പുച്ഛത്തോടെ അവരതിനെ കാണുന്നത്. ദുനിയാവിൻ്റെ പണത്തിൻ്റെ കൂമ്പാരങ്ങൾ അവരെ മോഹിപ്പിക്കാത്തത്. പുച്ഛത്തോടെ അവരതിനെ കാണുന്നത്. നമുക്കൊക്കെ അത് വലുതായിരിക്കാം, പക്ഷെ അവർക്കതൊന്നുമല്ല. അതിലും വലിയ ആനന്ദവും അനുഭൂതിയും ആസ്വാദനവും അവരവരുടെ ആത്മാവിൽ മുത്മഇന്നത്തായ നഫ്സിലൂടെ അവരനുഭവിക്കുക. നന്മ ചെയ്ത്. ഇതാണ് ജീവിതം, ഇതാണ് മനുഷ്യൻ്റെ ജീവിതം, ഇതാണ് മൃഗീയതയെ തോൽപ്പിക്കുന്ന ജീവിതം. മൃഗത്തിനതില്ല, ലോകത്തൊരു ജീവിക്കുമില്ല, ഒരു ജന്തുവിനും അവകാശപ്പെട്ടതല്ല. നമുക്ക് മാത്രം, നമുക്കായി നമ്മുടെ റബ്ബ് തന്ന അനുഭൂതിദായകമായ ഈ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ ആ ശാന്തിയുടെ ആത്മാക്കൾക്കുള്ളതാണ് സ്വർഗം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അവിടെ എല്ലാവർക്കും സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, ആശ്വാസത്തിൻ്റെ മന്ത്രങ്ങൾ മാത്രമേ കേൾക്കാനാവുകയുള്ളൂ. ഒരശാന്തിയുടെ, മനസ്സിൻ്റെ മാലിന്യത്തിൻ്റെ ലാഞ്ചന പോലുമുള്ളവർ അവിടെ ആരും ഉണ്ടാവുകയില്ല. അവരുടെ നാവിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്നത് സലാമിൻ്റെ മന്ത്രങ്ങൾ മാത്രം, ശാന്തി മന്ത്രം മാത്രം. ഒരു മോശം വാക്കവർ കേൾക്കുകയില്ല.
ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അവരവിടെ ഒരഴുക്ക് വാക്കും കേൾക്കുകയില്ല, ലഘുവും കേൾക്കൂല, ഒരപസ്വരവും കേൾക്കൂല. ഇന്ന് അപസ്വരമല്ലാതെ വല്ലതും കേൾക്കാനുണ്ടോ? പള്ളി വന്നിരുന്നാൽ പോലും വാതോരാത്ത അപസ്വരത്തിൻ്റെ പെരുമഴ കേട്ടോണ്ടാണ് മുറിയിൽ പോലും ഇരിക്കുന്നത്. നേരത്തെ എത്തിച്ചേരുന്ന ആളുകൾ വാതോരാതെ വെറും ഇങ്ങനെ അപസ്വരങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുക പള്ളിക്കകത്ത് പോലും. സഹോദരങ്ങളെ, അങ്ങനെയും ചില മനുഷ്യരുണ്ട്. അങ്ങനെ ഈ അപസ്വരങ്ങൾ മാത്രം എവിടെ ഇരുന്നാലും, മെഹ്റാബിലിരുന്നാലും, മിമ്പറിലിരുന്നാലും, പള്ളിയിലിരുന്നാലും അപസ്വരം മാത്രം കേൾക്കുന്ന ഈ അപകടകരമായ ഒരു ലോകത്ത് ലാ യസ്മഊന ഫിഹാ, സ്വർഗത്തിൻ്റെ നിയമത്തിൽ ഏറ്റവും വലുതെന്താ? അവിടെ കേൾക്കാനാവുകയില്ല, കൊതിച്ചാൽ പോലും കേൾക്കൂല. ലഘുവൻ, ഒരു അപസ്വരം കേൾക്കുകയില്ല, ഒരു അനാവശ്യ വർത്തമാനം കേൾക്കുകയില്ല. വല തഅ്സീമ, ഒരു പാപവർത്തമാനവും കേൾക്കാനേ ആവില്ല. ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമകൾക്ക് ഈ പാപഭാഷണങ്ങളും അതുപോലെ തന്നെ ഈ അഴുക്ക് പിടിച്ച വർത്തമാനങ്ങളും കാതിനും മനസ്സിനും അലോസരമാണ്. അതുകൊണ്ട് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സലാം സലാം എന്ന് പൊഴിയുന്ന മന്ത്രധ്വനികളല്ലാതെ മറ്റൊന്നും സ്വർഗസീമകളിൽ അന്തരീക്ഷത്തിൽ കേൾക്കാനേ ആവില്ല. മനസ്സിൽ സന്തോഷം പൊഴിക്കുന്ന ശാന്തിയുടെ മന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന ഒരു ലോകമായി അവിടെ വരാൻ കാര്യമെന്താ? ഈ മനസ്സിനെ സംസ്കരിച്ചവർക്കാണ് അവരുടെ പാർപ്പിടം ഒരുങ്ങുന്നത്. ഈ മനസ്സിനെ സംസ്കരിച്ചവരുടെ പാർപ്പിടമാണ് അവിടെ ഒരുങ്ങുന്നത്. അതുകൊണ്ട് നാം ശുദ്ധിയുള്ളവരാവുക, നാം വൃത്തിയുള്ളവരാവുക, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ശുദ്ധി നേടുക, മനസ്സിനെ നന്നാക്കി പരലോക പ്രാപ്തനാകാനുള്ള പ്രേരണയിൽ നമ്മുടെ സൂറത്തുൽ ഫജ്ർ അവസാനിച്ചുവെങ്കിൽ നമ്മുടെ ശീലങ്ങളുടെ തടവറയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സ് കടുത്തു പോകുമ്പോൾ ഈ നന്മകളുടെ പ്രേരണകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സുകൾ കടുത്തു പോകും. എന്താണോ പഠിച്ചത്, ചീത്ത പറഞ്ഞു പഠിച്ചാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗീബത്ത് പറഞ്ഞു പഠിച്ചാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പരദൂഷണം പറഞ്ഞു പഠിച്ചാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നുണ പറഞ്ഞു പഠിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ശീലം തിരുത്തണം. മനസ്സ് നന്നാകണമെങ്കിൽ ആ തിരുത്തലുകൾക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകണം. മനുഷ്യൻ്റെ മനസ്സിനൊരു സ്വഭാവമുണ്ട്. ഏതേത് ശീലങ്ങളിലൂടെ കടന്നുപോയോ അതിന് ആ മനസ്സടിമയാകും. അമ്മാറത്തിൻ്റെ ശീലത്തിന്, തെറ്റിന് പ്രേരിപ്പിക്കുന്ന മനസ്സിന് വശംവദനായാൽ അവൻ പിന്നെ എന്നും കള്ളാണ്, എന്നും പിന്നെ കഞ്ചാവാണ്, എന്നും അവൻ ലഹരിയാണ്, എന്നും അവൻ അങ്ങനെയാ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാടല്ല, ലോകം മുഴുവൻ അങ്ങനെ ആക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. അമ്മാറത്തിൻ്റെ ശീലങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിന്ന് പരിശുദ്ധമായ റമദാന് മുമ്പ്, റമദാൻ എന്തിനാ? റമദാൻ വരികയാണ്. അതിനു മുമ്പ് ഇപ്പോൾ ഷഅബാൻ എത്തിയിരിക്കുകയാണ്. ഷഅബാൻ നമ്മളെ ശുദ്ധമാക്കി, നമ്മുടെ ജീവിതത്തെ നമ്മളെല്ലാവരും ശുദ്ധിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സിഷ്ടപ്പെടുന്നത്. എവിടെയാണ് വൃത്തിയുള്ളത് അവിടെ ആളുകൾ അടുക്കുക. വൃത്തിയില്ലാതെ നടക്കുന്നവനും വൃത്തിയുള്ളിടത്തേ പോവുള്ളൂ. നല്ല വൃത്തിയുള്ള ഭക്ഷണം, ശുദ്ധിയുള്ള ഭക്ഷണം, വൃത്തിയുള്ളവരെ ഇഷ്ടം, അത് മനുഷ്യൻ്റെ സഹജവാസനയാണ്. ഇസ്ലാം വൃത്തിയെ, ശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒളു പോയാൽ ഒളു ചെയ്തുകൊണ്ട് ചെറിയ അശുദ്ധിയെ നീക്കുന്ന മതം. അതുപോലെ തന്നെ വലിയ അശുദ്ധി വന്നാൽ കുളിച്ചുകൊണ്ടത് വൃത്തിയാക്കുന്ന മതം. ലോകത്ത് മറ്റാർക്കുമില്ലാത്ത നജസ് പുരണ്ട കഴുകിക്കളയുന്ന മതം. എല്ലാത്തിലും വലിയ വൃത്തി ഉണ്ടാകേണ്ടത് മനുഷ്യ മനസ്സിലാണ്. ആ മനസ്സിലെ ഏറ്റവും വലിയ ശുചീകരണ പ്രക്രിയയാണ് അതിനെ, ആ മനസ്സിനെ മലിനമാക്കുന്ന വികാരങ്ങളിൽ നിന്ന് മുക്തമാക്കുക. അതായാൽ പിന്നെ പാറി നടക്കാം ആലില പോലെ, പ്രയാസങ്ങളില്ലാതെ, വിഷാദങ്ങളില്ലാതെ, ദുഃഖങ്ങളേതുമില്ലാത്ത ജീവിതം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊന്നും ഈ ലോകത്ത് പേടിപ്പിക്കില്ല അവരെ, ഒന്നും പേടിപ്പിക്കില്ല അവരെ. വലാ ഹും യഹ്സനൂൻ, അവർക്കൊന്നിനെക്കുറിച്ചും ഖേദവുമില്ല. കൈവിട്ടു പോയാൽ ഖേദമില്ല, എന്തോ വരുമെന്ന പേടിയും ഇല്ല. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധമായാലുള്ള ഗുണം. അലാ വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, അറിഞ്ഞുകൊള്ളൂ, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇതാ സലുഹത്തു സലുഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരമാകെ നന്നായി. വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു, അത് ചീത്തയായാൽ മുഴുവൻ ശരീരവും ചീത്തയായി.
മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ, അവൻ്റെ കണ്ണ്, അവൻ്റെ കാത്, അവൻ്റെ കൈ, അവൻ്റെ കാല്, അതെല്ലാം ചീത്ത ഇതിൽ നിന്ന് വെളിയിൽ വരുന്നത് അവൻ്റെ ഉള്ളിലെ ഈ മാംസപിണ്ഡം ചീത്തയായതുകൊണ്ടാണ്. ശുദ്ധിയാക്കേണ്ടത് അവിടെയാണ്, നന്നാക്കേണ്ടത് അവിടെ. പക്ഷെ അവിടെ ഒരിടപെടലുമില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? അവിടെ യാതൊരു ഇടപെടലുമില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് അവിടെ ഇടപെടണം. അവിടെ ഇടപെടാൻ വൈകിപ്പോയാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് പാപമോചനം നേടണം. മനുഷ്യൻ്റെ മനസ്സിൽ പകയുണ്ട്, മനുഷ്യൻ്റെ മനസ്സിൽ വിദ്വേഷമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൃദയശുദ്ധി ലഭിക്കുകയില്ല. പകയും വെറുപ്പും പേറുന്നവന് ഹൃദയശുദ്ധി ഇല്ല എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞതായി ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതായി ഇബ്നു മാജയും തബറാനിയും റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷപ്പെടുന്നതാണ്. യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിൻ്റെ മധ്യപകുതിയിൽ, ശഅബാൻ അർദ്ധരാത്രിയിൽ, ശഅബാൻ പാതി പിന്നിട്ട് നിൽക്കുന്ന രാത്രിയിൽ അള്ളാഹു മനുഷ്യരിലേക്ക് ഒരു രംഗപ്രവേശമുണ്ട്. നമ്മുടേതുപോലെയല്ല. അത് തല എന്ന അള്ളാഹുവിൻ്റെ വെളിപ്പെടലിനെ കുറിച്ച് പറയുക, ബോഡിയുടെ വെളിപ്പെടലല്ല. തല തുലു എന്ന് പറഞ്ഞാൽ പ്രകാശം ഉദിക്കുക എന്നാണ്. അള്ളാഹു വെളിപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത് തല യത്തലിഉ, അള്ളാഹുവിൻ്റെ ആ തജല്ലി വെളിപാടുണ്ടാകുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നതാണ്, അങ്ങനെ വെളിപ്പാടുണ്ടാകുമ്പോൾ ആ വെളിപ്പാടിൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഷഅബാൻ 15 വരികയാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പുറത്ത മനസ്സുമായി റമദാനിൽ അമൽ ചെയ്യാൻ പറ്റണം. പകയും വെറിയും പിടിച്ച, കുശുമ്പ് പിടിച്ച മനസ്സും കൊണ്ട് അമൽ ചെയ്താൽ അതൊന്നും നമുക്ക് ഫലം തരില്ല. മുത്മഇന്നയിലേക്ക് നമ്മൾ ഉയർത്തില്ല. വേണ്ട, നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന കുറ്റപ്പെടുത്തുന്ന ഈഗോ പോലും കളങ്കപ്പെട്ടു പോകും. അഭിമാനബോധം പോലും തകർന്നു പോകും. അഭിമാനം പോയാൽ എന്ത് വൃത്തികേടും കാണിക്കും, പരസ്യമായി കാണിക്കും. ഇന്നെല്ലാ തെമ്മാടിത്തരവും മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ മടിയില്ലാതാകുന്നത് അവൻ്റെ ഈഗോ തന്നെ പോയി. അഭിമാനത്തെ, അവൻ്റെ അസ്തിത്വത്തെ, അഭിമാനബോധത്തെ നിയന്ത്രിക്കുന്ന ഈഗോ, ലവ്വാമ പോലും അവൻ നേരത്തെയുള്ള അവൻ്റെ ഇബിഡിന് വശംവദനായി, അഥവാ അവൻ്റെ അമ്മാറത്ത് അധികം പ്രേരിപ്പിക്കുന്ന, അവൻ്റെ തെറ്റിന് പ്രേരിപ്പിക്കുന്ന മനസ്സിന് വശംവദമായപ്പോൾ അതും തകർന്നുപോയി. ഇനിയിപ്പോൾ അവൻ പിന്നെ മുത്മഇന്നത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുക പോലും വേണ്ട. ഏറ്റവും വലിയ ഹൃദയശുദ്ധി എന്തെന്നറിയോ? എല്ലാ ഖുത്ബയിലും അവസാനത്തെ പ്രാർത്ഥന എന്താ? റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചവനെ, ഞങ്ങൾക്ക് നീ പുറത്തുതാ. ഞങ്ങൾക്ക് പുറത്തുതാ എന്ന് പറയുന്നത് ഹൃദയശുദ്ധിയുടെ അടയാളമല്ല. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസത്തിൽ ഞങ്ങളെക്കാൾ മുമ്പ് കടന്നുപോയ മുഴുവൻ പേർക്കും പുറത്തു കൊടുക്കും പടച്ചവനെ. എല്ലാ മനുഷ്യർക്കും പൊറുക്കൽ. നമ്മളോട് തെറ്റ് ചെയ്തവരോറും പൊറുക്കാൻ കഴിയുന്നവനെ ഹൃദയശുദ്ധി കൈവരിച്ചിട്ടുള്ളൂ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിലൊരു പകയും നീ നൽകരുതേ. ഈമാനുള്ളവരോടൊരു പക ഒരിക്കലും മനസ്സിലുണ്ടാകാൻ പാടില്ല. അതാ ഹൃദയശുദ്ധിയുടെ അടയാളം. ഹൃദയശുദ്ധിയുടെ അടയാളം എന്താ? ഈമാനുള്ള ഒരു മുഅ്മിനിനോട് ഒരു പകയുമില്ല, വെറുപ്പുമില്ല, വിദ്വേഷമില്ല, അസൂയയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിനെ സംബോധന ചെയ്യുമ്പോൾ പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽപ്പെട്ട ഒരാൾ ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു വരുമെന്ന്. ഫതലഅ ഫിയാ റജുലുൻ മിനൽ അൻസാർ, 3 ദിവസവും അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരിക. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് എന്ന് പറയുന്ന ആ രാജ്യത്തെ മക്കയിലെ ഏറ്റവും പ്രമാണിയായ സഹാബി അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി 3 ദിവസവും അള്ളാഹുവിൻ്റെ റസൂല് കാണാതെ പറഞ്ഞു, ഒരു സ്വർഗവാസി ഇപ്പോൾ വരും ഈ സദസ്സിലേക്കെന്ന്. വന്നത് ഒരേ ഒരാൾ. എന്താണ് ഈ മനുഷ്യൻ്റെ കൈവശമുള്ളതെന്നറിയാൻ വേണ്ടി അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു വൈദേശികളുമായി, വിദേശ രാഷ്ട്രത്തലവന്മാരുമായി വ്യാപാര ബന്ധങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന വലിയ പൗരപ്രമുഖനാണ്. അദ്ദേഹം ഈ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ഫബാത്ത മഅഹു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ്, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കളവ് പറഞ്ഞ് എൻ്റെ വാപ്പയുമായി ഞാൻ പിണങ്ങി വീട് വിട്ടിറങ്ങിയത്, അവർ 2-3 ദിവസം കൂടെ താമസിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ താമസിച്ചു. ഫലം യറലഹു, എന്നിട്ട് മുസ്തക്ഷിഫൻ ഹാല, എന്താണ് ഇദ്ദേഹത്തിൻ്റെ അമലൊന്നറിയാൻ വേണ്ടി. പക്ഷെ ഫലം യറലഹു കസീറും അമലിൻ, അധികം അമലൊന്നും കണ്ടില്ല. അവസാനം പരാജയപ്പെട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ യഥാർത്ഥത്തിൽ വാപ്പയോട് പിണങ്ങിയിട്ടൊന്നുമല്ല, റസൂലുള്ള നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു,
അതുകൊണ്ട് നിങ്ങളുടെ അമലറിയാൻ വന്നതാണ്, ദയവായി ഒന്ന് പറഞ്ഞു തരൂ. ഫഅഖ്ബറഹുൽ ഖബർ ഫഖാല ലഹു മാ ഹുവ ഇല്ലാ മാ റഅയ്ത്, നീ കണ്ടതല്ലാതെ ഒന്നും എൻ്റെ കൈവശം അധികമില്ല. ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ഗില്ലൻ ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ, പക്ഷേ എൻ്റെ മനസ്സിൽ മുസ്ലിമീങ്ങൾ ആരോടും ഒരു കാലത്തും ഒരു പകയുമില്ല, വേറൊന്നുമില്ല. ലാ അഹ്സുദുഹു അലാ ഖൈരിൻ അഅതാഹുല്ലാഹ്, അള്ളാഹു ഓർക്ക് കൊടുത്ത ഒരു നന്മയിലും ഇന്ന് വരെ എൻ്റെ മനസ്സിൽ അസൂയ തോന്നിയിട്ടില്ല എന്നുകൂടി പറഞ്ഞു. അംറു ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അബ്ദുള്ള ഹാദിഹില്ലത്തി ബലഗത ബിക, നിങ്ങളെ ഈ പദവിയിലെത്തിച്ച ഗുണം ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. ഹാദിഹില്ലതി ബലഗത ബിക വഹിയല്ലത്തി ലാ നുതീഖ്, ഞങ്ങൾക്ക് ഇതുവരെയും സാധ്യമാകാത്തതും ഇത് തന്നെയാണ്. മഹാനായ ഒരു സഹാബി പറയുകയാണ്. അതിലേക്ക് എത്തുമ്പോഴാണ് ആത്മസംസ്കരണം. അല്ലാതെ കുറച്ച് നിസ്കരിച്ചിട്ടോ കുറേ നോമ്പ് കാട്ടിക്കൂട്ടിയിട്ടോ കുറേ അഭ്യാസങ്ങൾ കാണിച്ചിട്ടോ കാര്യമില്ല. അതുകൊണ്ട് ഷഅബാൻ മനസ്സിനെ സംസ്കരിക്കാനുള്ള പ്രക്രിയയുടെ തുടക്കമാണ്. അത് എല്ലാം കഴിഞ്ഞ് മരിക്കും മുന്നേ സംസ്കരിച്ചാൽ പോരെ, പറ്റൂല. കാരണം എന്താ, പിന്തിപ്പോയാൽ ഈ മനസ്സ് തിരിച്ചു കിട്ടൂല. അലം യഅ്നിലില്ലദീന ആമനു, വിശ്വാസികൾക്ക് നേരമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹയെ ഓർത്തവരുടെ മനസ്സുകൾ പിടയാൻ. വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച സത്യവർത്തമാനങ്ങൾ കേട്ടും. വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ, മുമ്പേ വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും അവർക്ക് നേരമായില്ലേ ഇനിയും. ഫത്താല അലൈഹിമുൽ അമദു, അവർക്ക് ഒരുപാട് കാലം നീണ്ടുപോയി. ഫഖസദ് ഖുലൂബുഹും, അങ്ങനെ ഹൃദയം കടുത്തുപോയി. അവർക്ക് സംസ്കരണത്തിൻ്റെ സമയം കാലം നീണ്ടുപോയതുകൊണ്ട് അവരുടെ മനസ്സ് കടുത്തുപോയി. വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കൾ ലോകത്തേറ്റവും കടുത്ത മനസ്സിൻ്റെ ആളുകളായത് അവരുടെ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇടവേളകൾ കിട്ടിയില്ല. അള്ളാഹു നമുക്ക് റമദാനിലൂടെ ഷഅബാനിലൂടെ റജബിലൂടെ നമുക്ക് ഇടവേളകൾ തരികയാണ്. നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ നന്നാക്കാൻ പോകരുത്, നിങ്ങളുടെ മനസ്സ് കടുത്തു പോകും. കടുത്താൽ തുമ്മ ഖസദ് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, കല്ല് പോലെ കടുത്തു പോകും. ഔ അഷദ്ദു ഖസ്വ, അതിലും കടുത്തു പോകും. അതുകൊണ്ട് നിങ്ങൾ 10 കൊല്ലം കാത്തിരിക്കരുത്, 5 കൊല്ലവും കാത്തിരിക്കരുത്, 3 കൊല്ലവും കാത്തിരിക്കരുത്. ഓരോ കൊല്ലവും നിങ്ങളുടെ മനസ്സിനെ അതിൻ്റെ സഹജമായ നന്മ പ്രകൃതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനാണ് റമദാൻ, അതിനാണ് റമദാൻ. കാലം നീണ്ടു പോകരുത്. വൃത്തികേടുമായി പോകുന്ന നമ്മുടെ മനസ്സിന് ഒരുപാട് സമയം കൊടുക്കരുത്. കടുത്തു പോയാൽ കരിമ്പാറ പോലെ കടുത്തു പോകും. അള്ളാഹു നമ്മക്കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഷഅബാനാഗതമായി നമ്മുടെ മനസ്സിനെ മഹാലക്ഷ്യം നേടുന്നതിലേക്ക് പ്രാപ്തമാക്കാൻ വേണ്ടി വന്നു ചേർന്ന പരിശുദ്ധമായ ഈ മാസത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. നോമ്പുകൾ അധികമായി അനുഷ്ഠിച്ചിരുന്നു റസൂലുള്ളാഹി. ഈ മാസത്തിൽ റമദാന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയിരുന്നു. ഷഅബാൻ്റെ 15-ാമത്തെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണുന്ന പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വരുന്നു റമദാൻ. എൻ്റെ മനസ്സിനെ ഈ അമ്മാറത്തിൻ്റെ നഫ്സിൽ നിന്ന് മോചിപ്പിച്ച് മുത്മഇന്നത്തിൻ്റെ സംതൃപ്തി അടഞ്ഞ ആത്മാവായി രൂപാന്തരപ്പെടുത്താൻ മാത്രം എൻ്റെ മനസ്സിൻ്റെ ഈഗോയെ, നഫ്സുൽ ലവ്വാമയെ പിടിച്ചു നിർത്താൻ അള്ളാഹു തരുന്ന സുവർണാവസരമാണ്. നഷ്ടപ്പെടുത്തിയാൽ അത് മഹാനഷ്ടമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. അള്ളാഹു അത് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.